എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പൊട്ടുകടല വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഞാൻ ഈ റെസിപ്പി കണ്ടതൊരു ചാനലിലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്തതാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ തേങ്ങയില്ലെങ്കിലും നമുക്കിത് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തി. ഇതുപോലെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് കീറിയതാണ് കേട്ടോ. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇതാ മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വഴറ്റൊന്നും വേണ്ട. പതുക്കെ ഒരു കളർ മാറിക്കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തീ ഒന്ന് ഓഫാക്കിയിടാം. പിന്നെ പച്ചമുളക് കീറി ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത്. മുഴുവത്തേപ്പാടി ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ കീറി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സേഫാണ്. പിന്നെ ഇനിയിപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ വഴുന്നത്. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് മാറ്റാം. എന്നിട്ട് 2 ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കറിവേപ്പില ഒരുപാട് വേണ്ട. അപ്പോൾ അതുകൊണ്ട് 2 ഇല മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് പൊട്ടുകടല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ആദ്യം തന്നെ ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ പീസ് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കൊരു ഇച്ചിരി പുളിയുടെ രസം ആവശ്യമുള്ളതുകൊണ്ട് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടാറിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അരയണ്ട, ഒരു തരിയരിപ്പോടുകൂടി തേങ്ങാ ചമ്മന്തിയുടെ ഒരു അരവുണ്ടല്ലോ അതേ രീതിയിൽ. എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതേ കട്ടിയിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നവരുണ്ടല്ലോ, അതുപോലെ വേണമെങ്കിൽ എടുക്കാം, മസാല ദോശയ്ക്കൊക്കെ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ചാറ് പോലെ വേണം. എനിക്ക് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് ലൂസാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കടുക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചൂടുവെള്ളമൊക്കെ അല്ലേ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മതി. നമ്മുടെ ചമ്മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ചൂട് ഇഡ്ഡലിയും ചമ്മന്തിയും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ തേങ്ങയില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.